ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചെയ്തിരുന്ന ട്യൂട്ടോറിയലിൽ ഒരു ഹലോ വേൾഡ് മാത്രം പ്രിൻറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. സോ നമ്മളിപ്പോൾ സെക്കൻഡ് ചെയ്യാൻ പോകുന്നത് ഒരു കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് എങ്ങനെ ഒരു പൈത്തൺ കോഡിൽ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത പ്രിൻ്റ് ഇവിടെ ഓൾറെഡി ഉണ്ട്. സോ അതിൻ്റെ താഴെ വേണമെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും വെൽക്കം യൂസറിനും എല്ലാം കൊടുക്കാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം. വെൽക്കം എന്നിട്ട് ഈ കോഡ് റണ്ണാക്കി നോക്കുക. അപ്പോൾ ഇവിടെ രണ്ടും വന്നിട്ടുണ്ട്, ഹലോ വേൾഡ് വന്നിട്ടുണ്ട്, വെൽക്കം യൂസറും വന്നിട്ടുണ്ട്. ഇവിടെ എൻ്റർ അടിച്ചാൽ നമുക്ക് ഈ കൺസോളിൽ നിന്ന് എക്സിറ്റ് ആകാൻ പറ്റും. സോ അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് നമ്മുടെ ഇപ്പോൾ നമ്മൾ മെയിൻലി ഔട്ട്പുട്ടാണ് കോഡിൽ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഒരു ഇൻപുട്ട് നമ്മുടെ കോഡിലേക്ക് എടുക്കാം എന്നുള്ള ഒരു കോഡ് എഴുതാം. സോ അതിന് യൂസ് ചെയ്യണ കമാൻഡ് എന്ന് പറയുന്നത് ഇൻപുട്ട് എന്ന് പറയുന്നൊരു വേർഡാണ്. ഇപ്പം നമുക്ക് ഈ പറയുന്ന വേർഡ് എടുത്ത് വെക്കാൻ ഒരു വേരിയബിൾ വേണം. സി പ്രോഗ്രാമിംഗ് അങ്ങനെയുള്ളതിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്യേണ്ടി വരും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മളൊരു നെയിമാണ് എടുക്കാൻ പോകുന്നത്. അപ്പം നെയിം ഈക്വൽ ടു ഇൻപുട്ട് ഓഫ്. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഡബിൾ കോട്ട്സ് ഇട്ട് കൊടുക്കുന്ന എന്തും നമ്മുടെ കൺസോളിന് പ്രിൻ്റായി വരും. അതിപ്പോൾ കാണിക്കാം. എൻ്റെ നെയിം എന്ന് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഈ സാധനം അതേപടി നമ്മുടെ കൺസോളിൽ പ്രിൻ്റായി വരും. എന്നിട്ട് നമ്മൾ നെയിം എൻ്റർ ചെയ്യാനുള്ളൊരു പ്രിൻറ്റും കൂടെ വരും. അവിടെ നമ്മൾ നെയിം എൻ്റർ ചെയ്ത് കൊടുത്താൽ ആ നെയിം ഈ ഇൻപുട്ടിൽ നിന്നും ഈ നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് കയറും. അപ്പോൾ നമുക്ക് അതും കൂടെ വേണമെങ്കിലൊന്ന് കാണാം. പ്രിൻറ്റ് ഇപ്പം നമ്മുടെ നെയിം എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മുടെ പേര് നമ്മൾ എൻ്റർ ചെയ്യുന്നത് എന്താണോ അത് വരും. പ്രിൻറ്റ് നെയിം എന്ന് കൊടുത്താൽ നമ്മൾ ഈ എൻ്റർ ചെയ്ത നെയിം എന്താണോ അതിവിടെ പ്രിൻ്റായി വരും. സോ നമുക്ക് അതും കൂടെ നോക്കാം. ഇപ്പോൾ ആദ്യം നമ്മുടെ ഹലോ വേൾഡും വെൽക്കം വെൽക്കമില്ലൊരു തെറ്റുണ്ട്, കുഴപ്പമില്ല, വെൽക്കം യൂസറും വന്നു കഴിഞ്ഞു. എന്നിട്ട് നമ്മുടെ പേര് എൻ്റർ ചെയ്യാൻ അവർ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം അതേപടിയാണ് അവിടെ വന്നിരിക്കുന്നത്. സോ നമുക്കവിടെ നമ്മുടെ പേര് അടിച്ചു കൊടുക്കാം. എൻ്റെ പേര് ശ്രീ എന്നാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്തു എന്നിട്ട് എൻ്റർ അടിക്കുക. നിങ്ങളുടെ ഡേറ്റ കണക്ഷൻ അനുസരിച്ച് ഇത് ചിലപ്പോൾ സ്ലോ ആകും. ഓക്കെ, ഇപ്പോൾ എൻ്റർ യുവർ നെയിം ഞാനിവിടെ ശ്രീ എന്നടിച്ചു. അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ ഈ പ്രിൻ്റ് നെയിം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലേ, അത് കാരണമാണ് ഇവിടെ ശ്രീ എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റായി വന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ മൈ നെയിം ഇസ് എന്ന് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ദ നെയിം യു എൻ്റേർഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഒരു കോമയും കൊടുക്കണം, ബിക്കോസ് ഇതൊരു വേരിയബിളാണ്. അപ്പം നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ദ നെയിം യു എൻ്റേർഡ് എന്ന് പറഞ്ഞിട്ടൊരു ഹൈഫൻ വന്നിട്ട് ഇതിൻ്റെ കോമ കഴിഞ്ഞിട്ട് നെയിം എന്നും പറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ നമ്മളിതൊന്ന് റണ്ണാക്കി നോക്കുക. ഇപ്പോൾ ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ നെയിം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നെയിം അടിച്ചു കൊടുക്കുക, എൻ്റർ അടിക്കുക. അപ്പം അവിടെ നമ്മളിവിടെ കൊടുത്ത എന്താണോ അത് തന്നെ വന്നു, ദ നെയിം യു എൻ്റേർഡ്. അത് കഴിഞ്ഞിട്ട് ഫുൾ ഈ നമ്മുടെ കോഡ്സ് കഴിഞ്ഞിട്ട് ഒരു കോമ മസ്റ്റാണ്. കോമ മസ്റ്റ് അല്ലെങ്കിൽ അവൻ എറർ അടിക്കും. എന്നിട്ട് നമ്മൾ ആ നെയിം എന്ന് പറഞ്ഞ കാര്യവും പ്രിൻറ്റ് ചെയ്തപ്പം നേരെ നമ്മുടെ ഇവിടെ പ്രിൻറ്റ് ചെയ്തു ദ നെയിം യു എൻ്റേർഡ്. എന്നിട്ട് ഈ ഫുൾ കോളൻ ശ്രീ. ഈ ഫുൾ കോളൻ്റെ ആവശ്യം ഇവിടെ ശരിക്കും ഇല്ല, അത് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റ ലൈനിൽ നമുക്ക് കാണാൻ പറ്റും. ഫുൾ കോളം മാറ്റിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നുമില്ല, ഈ ഫുൾ കോളം കിടക്കുന്നിടത്ത് ആ ഫുൾ കോളം പോയി നമുക്ക് നേരെ പേര് അവിടെ പ്രിൻ്റായി വരും. ഒന്നുകൂടെ റണ്ണാക്കി നോക്കാം. ഓക്കെ, ദ നെയിം യു എൻ്റേർഡ്. ഇപ്പോൾ ഒരു ഇംഗ്ലീഷിന് ചെറിയൊരു വ്യത്യാസമില്ല, അപ്പോൾ നമുക്കൊരു ഈസും കൂടെ ഇവിടെ കയറ്റാം. അപ്പോൾ നമുക്ക് ഈസും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ റണ്ണാക്കി നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഗ്രാമർസായിട്ടൊരു വ്യത്യാസം വരും, കുഴപ്പമില്ല. സംഭവം വന്നിട്ടുണ്ട്. പേരടിക്കുക, എൻ്റർ കൊടുക്കുക. ദ നെയിം യു എൻ്റേർഡ് ഈസ് ശ്രീ. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ട്യൂട്ടോറിയൽ. ഇനിയും അടുത്തതിൽ കുറച്ചുകൂടെ നമുക്ക് അരിത്തമെറ്റിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻസ് എങ്ങനെ കാൽക്കുലേഷൻസ് ചെയ്യാം അതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ അതിലെല്ലാം എന്തെങ്കിലും വ്യത്യാസം വരുത്തി ചേർക്കാം.
താങ്ക്സ് ഫോർ വാച്ചിങ്.